ഇന്നലത്തെ മത്സരം പോയെന്ന് കരുതിയതാണ്. പക്ഷെ അതല്ല, ഞങ്ങൾക്ക് തിരിച്ചു വരാൻ കെൽപ്പുണ്ട്. അവസാന 4 ഓവറിലാണ് നമ്മളത് തിരികെ പിടിച്ചത്. ആ ഒരു മൊമെന്റ് ഇതിനു മുൻപ് ഇങ്ങനെ ഒരു മത്സരം താങ്കൾ കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും യാതൊരു സംശയം വേണ്ട. പക്ഷെ കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. 1983 വേൾഡ് കപ്പ് ഫൈനൽസ് അത് നമ്മൾ തോറ്റു എന്ന നിലവിൽ നിന്ന് മോഹിന്ദ് അമർനാഥ് വന്നിട്ട് ആ ഡൂജോന്റെ വിക്കറ്റ് എടുത്തതാണ് എനിക്ക് ഇന്നലെ ഹർദിക് പാണ്ഡ്യ വന്നിട്ട് ക്ലാസന്റെ വിക്കറ്റ് എടുത്തപ്പോൾ തോന്നിയത്. പെട്ടെന്ന് അമർനാഥിനെ അന്ന് കപിൽ ദേവ് കൊണ്ടുവരലും അദ്ദേഹത്തിന്റെ മാസ്മര ബോളിങ്ങിലാണ് പിന്നെ ഇന്ത്യ 3 വിക്കറ്റ് അമർനാഥ് എടുത്ത് നമ്മളന്ന് വിജയിച്ചു. അതേപോലെ ഹർദിക് പാണ്ഡ്യ വന്ന് 3 വിക്കറ്റ് കൃത്യമായിട്ട് അദ്ദേഹം എടുത്തു 3 വിക്കറ്റ്. ആ 3 വിക്കറ്റാണ് ആക്ച്വലി അവസാനം നമുക്ക് ക്രൂഷ്യലായത്. അപ്പൊ എല്ലാ വിധത്തിലും 83 ലോകകപ്പാണ് എന്നെ ഇന്നലത്തെ മത്സരത്തിൽ എന്റെ മനസ്സ് അയച്ചത്. തീർച്ചയായും നല്ലൊരു മത്സരം. പക്ഷെ അതിന്റെ ഇടയ്ക്ക് നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഈ ക്ലാസ്സിന് ഇങ്ങനൊരു എഗ്രഷന് പോകാനുള്ള റീസൺ ബുംറയുടെ പ്രീവിയസ് ഓവറാണ്. 20-22 റൺസ് ഒക്കെ എടുത്ത് നമ്മളെ ബോളേഴ്സിനെ ഞങ്ങൾ തകർത്തിരിക്കുന്ന സമയത്താണ് ബുംറ വന്നിട്ട് വെറും 4 റണ്ണാണ് ആ 15th ഓവറിന് കൊടുത്തത്. ആ ഓവർ എനിക്ക് വളരെ ക്രൂഷ്യലായിട്ട് തോന്നി. പെട്ടെന്ന് റൺ റേറ്റ് കൂടി, ക്ലാസ്സിന് ഒരു അഗ്രസീവ് സ്ട്രോക്കിന് പോയേ തീരും. ആ ഒരു ഓവർ വളരെ ക്രൂഷ്യലായിട്ടാണ് ഞാൻ കാണുന്നത്. ആ ക്രൂഷ്യൽ ഓവറിന് ശേഷമാണ് കളി പെട്ടെന്ന് മാറാൻ. അടുത്ത ഓവറിൽ ഹർദിക്കിന് ആ വിക്കറ്റും കിട്ടി. കാരണം പെട്ടെന്ന് അവർക്ക് സ്കോറിംഗ് റേറ്റ് പോയി. കാര്യം അധികം റൺസ് 30 റൺസ് മാത്രം മതിയെങ്കിലും സ്കോറിംഗ് റേറ്റ് വർദ്ധിപ്പിക്കണമല്ലോ. അത് ചെയ്യാനായിട്ട് ക്ലാസിന്റെ ഒരു ചെറിയൊരു ഓവർ അഗ്രഷനാണ്. മാത്രമല്ല ഒരു ലോകകപ്പ് ഫൈനൽസ് ഒരു അർദ്ധ സെഞ്ചുറി എടുത്തു എന്നുള്ള ഒരു സന്തോഷവും ഇതെല്ലാം കൂടി ആയപ്പം മേ ബി ഒരു ബിറ്റ് ഓഫ് ഓവർ കോൺഫിഡൻസ് കൂടി ആവാം. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു റെക്ലെസ് ഷോട്ടിന് അദ്ദേഹം പോലും ഔട്ടാവുന്നത്. അതോടെ കളി മാറി. അവിടെയാണ് ഞാൻ കാണുന്നത്. പിന്നെ സൂര്യകുമാറിന്റെ ആ $1 million ക്യാച്ച് എന്ന് നമ്മളെല്ലാവരും ഇതുവരെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് $1 million ക്യാച്ച്, അതും കൂടി ആയപ്പം വിജയം സുനിശ്ചിതമായി. ഇവിടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്നും നമ്മുടെ സ്പിന്നേഴ്സിനെയാണ് ആശ്രയിച്ചിരുന്നത്. ഇപ്പൊ എല്ലാ മത്സരങ്ങളും എടുത്തു നോക്കിയാൽ സ്പിന്നേഴ്സ് ആണ് കൂടുതൽ നമ്മളെ ഈ വിജയത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്നലെ സ്പിന്നേഴ്സ് ആദ്യ ഫെയിലിയർ ആയിരുന്നു. 49 റൺസാണ് നമ്മുടെ കുൽദീപ് യാദവ് കൊടുത്തത്. 40-ലേറെ റൺസ് അക്ഷർ പട്ടേലും കൊടുത്തു. ബോൾ ചെയ്ത ഓരോ ഓവർ ജഡേജ 12 റണ്ണോ അങ്ങനെ 106 റൺസ്. ഞാൻ ശരിക്കും കാൽക്കുലേറ്റ് 106 റൺസ് സ്പിന്നേഴ്സ് 9 ഓവറിൽ കൊടുത്തപ്പോൾ നമ്മുടെ പേസ് ബോളേഴ്സ് എന്ത് നന്നായിട്ടാണ് അവരെ കവർ ചെയ്തത്. കാരണം അവിടെയാണ് നമ്മൾ ആ ടീം സ്പിരിറ്റും ടീം വർക്കും എഫേർട്ടും കാണുന്നത്. എന്ന് നമ്മുടെ പേസ് ബോളേഴ്സിനെയാണ് നമ്മൾ സ്പിന്നേഴ്സ് ഒന്ന് കവർ ചെയ്യാറ്. ഇന്നലെ അത് കൃത്യമായിട്ട് അത് എതിരായി. ഈ ബാർബഡോസ് വിക്കറ്റിൽ ഈ കെൻസിംഗ്ടൺ ഓവറിൽ ഞാൻ വിചാരിച്ചില്ല ഇത്രയും സ്പിന്നേഴ്സ് തീരെ റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. തീർച്ചയായും പണ്ടൊക്കെ നമ്മൾ പറയാം, ഇപ്പൊ ദക്ഷിണാഫ്രിക്ക ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓസ്ട്രേലിയ ആയിക്കോട്ടെ, ഇന്ത്യൻ സ്പിന്നർമാർക്ക് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നായിരുന്നു. ഇന്നലെ ഈ ഷോ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് PC സൈഫുദ്ദീനും അതേ ചോദ്യം ചോദിച്ചു. അതായത് അവർ കീഴടങ്ങില്ല ഇന്ത്യൻ സ്പിന്നർമാർക്ക് മുന്നിൽ. അപ്പോഴും ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, അവർക്ക് തബ്രേസ് ഷംസി ഉണ്ട്, അതുപോലെ തന്നെ കേശവ് മഹാരാജ് ഉണ്ട്. അവരൊക്കെ പരിശീലനം നേടി അവർ കുറെ കൂടി മുന്നോട്ട് പോയിട്ടുണ്ടാകും എന്ന് പറഞ്ഞു. അപ്പം ഇന്ത്യൻ സ്പിന്നർമാരെ അവർ വിദഗ്ധമായി നേരിട്ടു. പക്ഷെ അപ്പോഴും നമ്മുടെ ബുംറയെ തൊടാനായിട്ടില്ല. ബുംറ വളരെ പിശുക്കനാണ് അല്ലേ? തീർച്ചയായിട്ടും ബുംറയുടെ ബോളിംഗ് ആണ് ഇന്നലെ. ശരിക്കും ബുംറ മാൻ ഓഫ് ദ സീരീസ് ആകുന്നതിന് യാതൊരു സർപ്രൈസും ഇല്ല. കാരണം വേണ്ട സമയത്ത് ബോൾ ക്യാപ്റ്റൻ കൊടുക്കുമ്പോൾ വന്നിട്ട് ഒരു വിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 4 റണ്ണിന്റെ ഓവർ. അതോടെ സൗത്ത് ആഫ്രിക്ക കൃത്യമായിട്ട് അവര് ഇതിലായി, സമ്മർദ്ദത്തിലായി. അവിടെയാണ് ഞാൻ കാണുന്ന ഒരു സൗന്ദര്യം, മത്സരത്തിന്റെ സൗന്ദര്യം കാണുന്നത് അവിടെയാണ്. എങ്ങനെ വളരെ നന്നായിട്ട് നമ്മുടെ സ്പിന്നർമാർ നമ്മുടെ പേസേഴ്സ് സ്പിന്നേഴ്സിനെ കവർ ചെയ്തു. ഇന്നലെ നമ്മുടെ ഫാസ്റ്റ് ബോളേഴ്സിന്റെ മാച്ചായിരുന്നു. നമ്മുടെ ഫാസ്റ്റ് ബോളേഴ്സിലൂടെയാണ് നമ്മൾ ഇന്നലെ ജയിച്ചത്. കാരണം സ്പിന്നേഴ്സിന് യാതൊരു റോളിലായിരുന്നു. താങ്കൾ പറഞ്ഞ പോലെ കേശവ് മഹാരാജും ഷംസിയും വന്നോടെ. പക്ഷെ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കൻസ് അല്ലെങ്കിൽ സ്പിന്നിനോട് അത്രയും അവർക്ക് വീക്ക്നെസ് ഇല്ല. അത് കൂടുതലും ഇംഗ്ലണ്ടിനും ഓസ്ട്രേലിയക്കുമാണ് കൂടുതൽ സ്പിന്നേഴ്സിനോടുള്ള വീക്ക്നെസ്. സൗത്ത് ആഫ്രിക്കൻസ് പണ്ട് മുതലേ അവർക്ക് നല്ല സ്പിന്നേഴ്സ് പണ്ട് മുതലേ ഉണ്ട്. അപ്പൊ ആ സ്പിന്നേഴ്സിന്റെ ഒരു പോൾ ആഡംസ് ഒക്കെ ഉള്ള കാലം മുതൽ നമുക്കറിയാം നല്ല സ്പിൻ ബോളേഴ്സ് ഉള്ള ഒരു സൈഡാണ് സൗത്ത് ആഫ്രിക്ക. അപ്പൊ സൗത്ത് ആഫ്രിക്കയ്ക്ക് എന്നും ഒരു നല്ലൊരു സ്പിൻ കളിക്കാനുള്ള ഒരു കഴിവുള്ളവരാണ്. പക്ഷെ ഇന്ത്യൻ സ്പിന്നേഴ്സ് അവരെപ്പോഴും
ദ്രോഹിക്കാറുണ്ടായിരുന്നു. ശരി, ദ്രോഹിക്കാറില്ല, അത് Yes, ശരിക്കും എന്തായാലും പക്ഷേ വിഷമിപ്പിക്കാറുണ്ടായിരുന്നതാണ്. ഇന്നലെ സ്പിന്നർമാരെ നമ്മൾ തമിഴ് കണ്ടു, തലങ്ങും വിലങ്ങും പ്രഹരിക്കുന്നത് കണ്ടു. പക്ഷെ ആ മത്സരം അവസാന ഘട്ടത്തിൽ ക്ലൈമാക്സ് മാറി മറഞ്ഞു. കഥ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹാർദിക്കിന്റെ വരവ് വന്നതോടുകൂടി ഇതിന്റെ കഥ അങ്ങ് മാറി.